ചങ്ങാതി, ഇരുട്ടും മുറി വെടിഞ്ഞ് വെട്ടത്തിലേക്ക് വരിക. പ്രകൃതി നിങ്ങളെ പഠിപ്പിക്കട്ടെ. വില്യം വേർഡ്സ്വർത്ത് കവിത കുറിക്കുകയാണ്. ലെറ്റ് നേച്ചർ ബി യോർ ടീച്ചർ. ഷേക്സ്പിയറിൻ്റെ കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട്: ദ എർത്ത് ഹാസ് മ്യൂസിക് ഫോർ ദ വൺ ഹൂ ഈസ് ലിസണിങ്. കേൾക്കുന്നവർക്ക് വേണ്ടി പ്രകൃതി ഒരു സംഗീതം ഒരുക്കി വച്ചിട്ടുണ്ട്. വീണ്ടും ഡാൻ്റെ തൻ്റെ കവിതയിൽ ഇങ്ങനെ കുറിച്ചു: ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആർട്ട് വർക്കാണ് ഈ ഭൂമി. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പച്ചപ്പിൽ നിന്നും ഒരുപാട് അകന്നകന്ന് ഉണക്കമരം പോലെ ജീവിക്കുകയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗത്തിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പച്ചപ്പിൽ നിന്നും അകന്നകന്നിരിക്കുന്നതായിരിക്കില്ലേ? നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് മാനസിക സംഘർഷങ്ങളും ഉണ്ടെങ്കിൽ ഈ സംഘർഷങ്ങൾക്കൊക്കെ ഒന്ന് അറുതി വരുത്താൻ, രോഗങ്ങളൊന്ന് കുറക്കാൻ, കുറച്ചുകൂടി സന്തുഷ്ടിയോടുകൂടി ജീവിക്കുവാൻ വേണ്ടി എന്തൊരു മാർഗം? വളരെ ലളിതമായ, പൈസ ചിലവഴിക്കേണ്ടാത്ത ഒരു മാർഗമുണ്ട്. അത് നമ്മളാരും ഉപയോഗിക്കാത്തൊരു മാർഗമായിരിക്കാം. പച്ചപ്പിലേക്ക്, പ്രകൃതിയിലേക്ക് വരിക. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല. ആധുനിക ശാസ്ത്രീയ പഠനങ്ങളൊക്കെ അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരിക.